നമസ്കാരം, എല്ലാവർക്കും ശിവകായസ്ഥ അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ നിബിൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ തെക്കൻ കളരിപ്പയറ്റ് സമ്പ്രദായത്തിലെ 6ാമത്തെ കൈപ്പോരാണ് ചെയ്യാൻ പോണത്. ഈ കലയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു തന്നെ. എല്ലാവരും പഠിച്ച് നല്ല കളരി അഭ്യാസികളാവുക. ഓക്കെ, കളരീനെ മാത്രമല്ല, നിങ്ങൾ ഏത് മാർഷ്യൽ ആർട്സ് ആണ് പഠിക്കണേ, ഏതിലാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് നല്ല അഭ്യാസിയാവുക. ഓക്കെ, അപ്പോ ആ 6ാമത്തെ ചോട് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം. അത് ഞാൻ ചെയ്തന്നെ. വെടി വെട്ട് ഇറങ്ങിയ വൃത്തിയേക്കണം. വെട്ടി ഇറങ്ങിയ വൃത്തി ചവിട്ട് അടി. അത് ഒരു കൈ കൊണ്ട് തരണം കേട്ടോ. കുറച്ചുകൂടി ഇറങ്ങി ഇങ്ങോട്ട് ചെയ്തോ. ഇടി വെട്ട് കറങ്ങി ചവിട്ട് കയറി ചവിട്ട് അടി. അടുത്ത് ഇടി ഇറങ്ങിയ മർത്തി വെട്ട് വെട്ട്. ആ കാലിറങ്ങിയിട്ടേ ഇങ്ങനെ അടിയിലോട്ട് അമർത്തിട്ടാ. തട്ടിയില്ലേ, രണ്ടേ കൊണ്ട് വെട്ട്. ഇതിനെ നേരെ അതന്നെ വെട്ട്. ഇത് നോക്കുക. ഇനി കറക്റ്റ് പറഞ്ഞുതരാം. പുതിയതായിട്ട് വന്നേക്കണ ആളാണ്, അത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ആളല്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. വലത് കാലേറി വലതേ കൊണ്ട് ഇടി. ഈ ഇടീനെ നമ്മൾ അമർത്തി വെട്ട്. 4ാമത്തെ ചെയ്ത പോലെ തന്നെ അതിന്റെ തിരിവാണ് 6ാമത്തെ. നമ്മൾ ഈ വെട്ടിനെ തട്ടി അടുത്ത് കറങ്ങി ചവിട്ട്. അപ്പൊ ചെയ്യില്ലേ, ഈ കറങ്ങി ചവിട്ടിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബ്ലേഡ് കിക്ക് എന്ന് പറയും. കരാട്ടയുടെ കിക്കിന്റെ പേരാണ് കേട്ടോ പറഞ്ഞേ. അപ്പൊ നമ്മള് ഇങ്ങനെ, അപ്പൊ കളരിയിൽ വരുമ്പോഴും കിക്കുകൾക്ക് വരുമ്പോ ഞാനിതില് പ്രത്യേകിച്ച് കളരിയുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എളുപ്പമുള്ള പേരുകളാണ് എടുത്തു പറയണത്. ഓക്കെ, പേരിന് ഇവിടെ യാതൊരു പ്രാധാന്യം ഞാൻ കൊടുക്കണില്ല, ഐറ്റത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കണുള്ളൂ. അപ്പൊ ഈ കിക്ക് വരുമ്പോ ഇത് നമ്മുടെ കൈവിക്കണം ഇത്ര അളവിലാണ് ഞാൻ ചെയ്യണത്, മുകളിലേക്കല്ല. അപ്പൊ ഈ അളവിൽ നമ്മൾ കറങ്ങി ചവിട്ടുമ്പോ ഇങ്ങനെയാണ് ചവിട്ട് കയറണത്. ഓക്കെ, അപ്പൊ ആ ചവിട്ട് ഇങ്ങോട്ട് വരും. അത് അമർത്തണം എങ്ങനെയെന്ന് നോക്കാം. വെട്ടി നിൽക്കുകയാണ്. അത് നമ്മുടെ മുമ്പിലിരിക്കണ കാല് നേരെ പുറകോട്ട് ഇറങ്ങിയിട്ട് വലിഞ്ഞിറങ്ങണം. ശരിക്കും ചവിട്ട് വേണ്ട, ഇത്ര ഇറങ്ങണം. ഇവിടെ നിന്ന് ശരിക്കും വലിഞ്ഞിറങ്ങിയിട്ട് മുഖം ഇങ്ങനെ വെച്ച് കൊടുക്കരുത്. മുഖത്തോട് കൂടി ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് അമർത്തി. അടുത്ത ആ കാലിന് ചവിട്ട് വരും. വേണ്ട, വലുതായി കൊണ്ട് അമർത്തി തട്ടി. ഓക്കെ, ഇനി ചെയ്യണത് തിരിച്ചു ചെയ്യണത് നിങ്ങൾ നോക്കുക. ഇടി വെട്ട്. ഇടിക്ക് മുകളിൽ നിന്ന് അടിയിലോട്ട് അമർത്തും. അങ്ങനെയല്ല, കൈയുടെ ഈ ഉള്ളം കൈ വെച്ചിട്ട് നമ്മുടെ കൈയുടെ ഇത്രയും ഭാഗത്ത് കൈപ്പത്തിയുടെ മുകളിൽ അടിച്ചമർത്തി കളയണം. നേരെ താഴേക്ക് അമർത്ത്. ആ തട്ട്. ആ കാല് പുറകോട്ട് ഇറങ്ങിയിട്ട് ചവിട്ടിനെ അമർത്ത്. ഒറ്റ കൈ കൊണ്ട് അമർത്തി വെട്ടിന്ന് 2 കൈ കൊണ്ട് വെട്ടി തട്ടിക്കും. ആ അടുത്ത കാലിന് തട്ട്. ഒന്നുകൂടി ഇങ്ങോട്ട് ചെയ്യും. അങ്ങോട്ടോട്ടെ ചവിട്ടിന് ഇറങ്ങി അമർത്തിട്ടാ. ഓക്കെ, അപ്പൊ ഇത് ആദ്യം 2 കൈ കൊണ്ടാണെങ്കിൽ 2 കൈ കൊണ്ട്, ഇല്ലെങ്കിൽ 1 കൈ കൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാം ഒരുമാതിരി പഠിച്ചു കഴിയുമ്പോൾ പിന്നെ 1 കൈ യൂസ് ചെയ്യുക. ഇതേ ഇടയ്ക്ക് 2 കൈ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ തുടക്കമാണ്. അപ്പൊ നമുക്ക് കൂടുതൽ അങ്ങനെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് തെക്കൻ കളരിപ്പയറ്റ് സമ്പ്രദായത്തിലെ 6ാമത്തെ കൈപ്പോര്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.